ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് പറവൂരും ധർമ്മടവും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്റെ കോട്ട കാക്കാൻ പറവൂരിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുവപ്പ് കോട്ടയായ ധർമ്മടത്തും വീണ്ടും ജനവിധി തേടുകയാണ്. എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തിൽ വി.ഡി. സതീശൻ എന്ന ജനകീയ നേതാവിന് ഇത് വെറും ഒരു പോരാട്ടമല്ല, മറിച്ച് തന്റെ വികസന കാഴ്ചപ്പാടുകളുടെ തുടർച്ചയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ നടപ്പിലാക്കിയ നൂതന പദ്ധതികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. പ്രത്യേകിച്ച് പ്രളയാനന്തര പുനർനിർമ്മാണത്തിൽ അദ്ദേഹം കാണിച്ച സജീവമായ ഇടപെടലുകൾ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വികസനത്തിനൊപ്പം തന്നെ തന്റെ വ്യക്തിപ്രഭാവവും മണ്ഡലവുമായുള്ള ആത്മബന്ധവും വോട്ടാകുന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. എന്നാൽ വികസന മുരടിപ്പാരോപിച്ചും ശക്തമായ രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തിയും ഇടതുപക്ഷം കളം നിറയുമ്പോൾ പറവൂരിലെ പോരാട്ടം പ്രവചനാതീതമാകും. കണ്ണൂരിന്റെ രാഷ്ട്രീയ മണ്ണായ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും എത്തുമ്പോൾ അവിടുത്തെ ഭരണ തുടർച്ചയുടെയും ഉറച്ച വികസനത്തിന്റെയും കഥയാണ് LDFന് പറയാനുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ മണ്ഡലത്തിലുണ്ടായ അടിസ്ഥാന സൗകര്യ വികസനവും വിദ്യാഭ്യാസ, കാർഷിക മേഖലയിലെ പുരോഗതിയും എടുത്തു പറയേണ്ടതാണ്. തന്റെ സ്വന്തം തട്ടകത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രിക്കുണ്ട്. സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ മണ്ഡലത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നതിന്റെ വിലയിരുത്തൽ കൂടിയാകും ഈ തിരഞ്ഞെടുപ്പ്. അതേസമയം രാഷ്ട്രീയ ആരോപണങ്ങളും വിവാദങ്ങളും ആയുധമാക്കി മുഖ്യമന്ത്രിയെ തളയ്ക്കാൻ പ്രതിപക്ഷവും സർവ്വസജ്ജരായി രംഗത്തുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ അതികായന്മാർ ഏറ്റുമുട്ടുമ്പോൾ പറവൂരും ധർമ്മടവും ഒരേപോലെ ശ്രദ്ധാകേന്ദ്രമാകുന്നു. ഒരാൾ പ്രതിപക്ഷത്തിന്റെ കരുത്തായി മാറുമ്പോൾ മറ്റൊരാൾ ഭരണപക്ഷത്തിന്റെ അമരക്കാരനാണ്. വികസനം തുണയ്ക്കുമോ അതോ രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് വീശുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പം നിൽക്കുമെന്ന് വരും ദിവസങ്ങളിലെ പ്രചരണങ്ങൾ വ്യക്തമാക്കും.